നമസ്കാരം, ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. അലന്റെ ജീവനായി കൈകോർക്കാം, ഒരു കുഞ്ഞു ജീവനെ രക്ഷിക്കാൻ ഒന്നിക്കാം. ഗോവയിൽ താമസിക്കുന്ന ബിജേഷ് കെ.പി. സുബി ദമ്പതികളുടെ 5 വയസ്സുകാരൻ അലൻ ജീവനും മരണത്തിനുമിടയിൽ പോരാടുകയാണ്. ഗോവ മെഡിക്കൽ കോളേജിൽ 3 ദിവസമായി ICUവിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അലന്റെ കിഡ്നിയും കരളും തകരാറിലായിരുന്നു. ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന അലനെ അത്യാധുനിക ചികിത്സയ്ക്കായി കേരളത്തിലെ ആസ്റ്റർ മെഡ്സിറ്റിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു. ഇന്നലെ വൈകിട്ട് നെടുമ്പാശ്ശേരിയിലെത്തി 8:30 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവയവമാറ്റ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിട്ടുണ്ട്. എയർലിഫ്റ്റിന് 10 മുതൽ 12 ലക്ഷവും മുഴുവൻ ചികിത്സയ്ക്ക് 40 ലക്ഷത്തിലധികവും ചിലവ് വരും. ഈ സാധാരണ കുടുംബത്തിന് താങ്ങാനാവാത്ത തുകയാണിത്. അലന്റെ ജീവൻ തിരിച്ചുപിടിക്കാൻ നിങ്ങളുടെ ചെറിയ സഹായം വലിയ കരുത്താകും. കുട്ടിയുടെ ആരോഗ്യനില വിലയിരുത്താൻ ടെസ്റ്റുകൾ നടക്കുന്നു. അലനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഈ കുടുംബത്തിന് എല്ലാവരുടെയും സാമ്പത്തിക പിന്തുണയും സഹകരണവും ആവശ്യമാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനനുസരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളുടെ സഹായങ്ങൾ എത്തിച്ചു നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഴിമതി കേസ് 10 ഉദ്യോഗസ്ഥർക്ക് പുനർനിയമനം. കഴിഞ്ഞ 5 വർഷത്തിനിടെ അഴിമതിയും മിസ്കണ്ടക്റ്റും ആരോപിച്ച 10 ഗസറ്റഡ് ഉദ്യോഗസ്ഥരെ ഗോവ സർക്കാർ വീണ്ടും നിയമിച്ചതായി മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. ഇതിൽ മുൻ ബാർദേശ് മാംലദാർ രാഹുൽ ദേശായിയും ഉൾപ്പെടുന്നു. നീണ്ട അന്വേഷണവും സസ്പെൻഷന്റെ സാമ്പത്തിക ബാധ്യതയും കണക്കിലെടുത്താണ് പുനർനിയമനം. ചില കേസുകളിൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തി. എന്നാൽ അന്വേഷണം തുടരും. 2020-25 കാലയളവിൽ വിജിലൻസ് വകുപ്പിന്റെ അഴിമതി വിരുദ്ധ വിഭാഗം ഒരു കൈക്കൂലി കേസ് മാത്രമാണ് രജിസ്റ്റർ ചെയ്തത്. മഡ്ഗാവിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു ഈ കേസ്. സ്ട്രീറ്റ് പ്രൊവിഡൻസ് ഷെൽട്ടർ സേവനങ്ങൾ നിർത്തലാക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ഗോവയിലെ NGO സ്ട്രീറ്റ് പ്രൊവിഡൻസ് ഓഗസ്റ്റ് 1 മുതൽ ഭവനരഹിതർക്കും വികലാംഗർക്കുമുള്ള സൗജന്യ ഷെൽട്ടർ സേവനങ്ങൾ 8 മാസത്തേക്ക് നിർത്തിവെക്കുന്നു. 2026 മാർച്ച് 31 വരെ ഈ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തുമെന്ന് ട്രസ്റ്റി ഡൊണാൾഡ് ഫെർണാണ്ടസ് അറിയിച്ചു. ഗോവ പോലീസിനോട് ഷെൽട്ടറുകളിലെ താമസക്കാരെ മാറ്റാൻ അഭ്യർത്ഥിക്കും. 8 വർഷമായി ഭവനരഹിതർക്ക് ഭക്ഷണവും പരിചരണവും നൽകിവന്ന NGO ധനസഹായക്കുറവ് മൂലം പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞയാഴ്ച നിയമസഭയിലേക്കുള്ള പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞിരുന്നു. സാമ്പത്തിക സഹായത്തിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ആശങ്കകൾ ഉന്നയിച്ചു. സർക്കാർ വകുപ്പുകളിൽ മുഖം തിരിച്ചറിയൽ ആപ്പ്. സർക്കാർ വകുപ്പുകളിൽ മുഖം തിരിച്ചറിയൽ അടിസ്ഥാനമാക്കിയുള്ള ഹാജർ ആപ്പ് നടപ്പാക്കാൻ ഗോവ സർക്കാർ തീരുമാനിച്ചു. ഓഗസ്റ്റ് 1 മുതൽ പഞ്ചായത്ത് വകുപ്പിന്റെ എല്ലാ ഓഫീസുകളിലും ഇത് ആരംഭിക്കും. പിന്നീട് മറ്റു വകുപ്പുകളിലേക്കും ഇത് വ്യാപിപ്പിക്കുമെന്ന് പഞ്ചായത്ത് മന്ത്രി മൗവിൻ ഗോഡിനോ പറഞ്ഞു. ഈ സംവിധാനം ജീവനക്കാരുടെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങൾ ഇതിനകം ഈ സാങ്കേതികവിദ്യ സ്വീകരിച്ചിട്ടുണ്ട്. ഗോവയിൽ ഈ പദ്ധതിയുടെ ഫലപ്രാപ്തി പരിശോധിക്കുന്നതിനായി പഞ്ചായത്ത് വകുപ്പിൽ നിന്നാണ് ആദ്യഘട്ടം ആരംഭിക്കുന്നത്. ഈ നീക്കം ഭരണത്തിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പഞ്ചായത്തുകൾക്ക് പുനർനിർമ്മാണ അനുമതി. നിലവിലുള്ള വീടുകളുടെ പുനർനിർമ്മാണത്തിന് പഞ്ചായത്തുകൾക്കോ മുനിസിപ്പാലിറ്റികൾക്കോ അനുമതി നൽകാൻ ഗോവ സർക്കാർ അധികാരം നൽകി. പ്ലിന്ത് ഏരിയയ്ക്കും ഫ്ലോർ ഏരിയ റേഷ്യോയ്ക്കും അനുസൃതമായി നിർമ്മാണം നടത്തുന്ന വീടുകൾക്ക് TCP വകുപ്പിന്റെ അനുമതി ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പ്രഖ്യാപിച്ചു. ഇത് സംബന്ധിച്ച സർക്കുലർ ഉടൻ പുറപ്പെടുവിക്കും. ഈ പരിഷ്കാരം വീട്ടുടമകൾക്ക് നടപടിക്രമങ്ങൾ ലളിതമാക്കും. നഗരപ്രദേശങ്ങളിൽ വീടുകൾക്ക് പ്രത്യേക ഹൗസ് നമ്പറുകൾ നൽകാനും വൈദ്യുതി ജല കണക്ഷനുകൾക്ക് അനുമതി നൽകാനും സർക്കാർ തീരുമാനിച്ചു. 15 ദിവസത്തിനുള്ളിൽ ഈ അനുമതികൾ നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാസ്കോ കുലേം ട്രെയിനിൽ തീപിടുത്തം. വാസ്കോ കുലേം ട്രെയിനിന്റെ എഞ്ചിനിൽ തിങ്കളാഴ്ച വൈകിട്ട് 7:45 ഡാബോളിമിന് സമീപം ചെറിയ തീപിടുത്തമുണ്ടായി. യാത്രക്കാർ ഏകദേശം 1 മണിക്കൂർ കുടുങ്ങി. 3 ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ ഉപയോഗിച്ച് തീ അണച്ചു. പുതിയ എഞ്ചിൻ 45 മിനിറ്റ് വൈകിയാണ് എത്തിയത്. ഡെമു ട്രെയിനിന്റെ നിരന്തരമായ പ്രശ്നങ്ങൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെന്ന് പരാതിയിൽ പറയുന്നു. 4 ദിവസം കൂടുമ്പോൾ തകരാറുണ്ട്. ട്രെയിൻ സമയത്ത് എത്തുന്നില്ല എന്നും യാത്രക്കാർ പറഞ്ഞു. പരാതി രേഖപ്പെടുത്തിയിട്ട് നടപടിയില്ലെന്ന ആക്ഷേപം. ട്രെയിൻ മാറ്റുകയോ പഴയ സർവീസ് പുനഃസ്ഥാപിക്കുകയോ ചെയ്യണമെന്ന് യാത്രക്കാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഗോവയിലെ ഭവനരഹിതർക്കും അഭയകേന്ദ്രങ്ങൾക്കും പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ പദ്ധതി. ഗോവയിലെ ഭവനരഹിതർക്കായി പ്രത്യേക ഭവന പദ്ധതി തയ്യാറാക്കി പ്രധാനമന്ത്രി ആവാസ് യോജനയുമായി സംയോജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പ്രഖ്യാപിച്ചു. പെർനേമിൽ സർക്കാർ ഭൂമിയിൽ ഗോവ ഹൗസിംഗ് ബോർഡ് വഴി ഒരു ബെഡ്റൂം അടുക്കള വീടുകൾ നിർമ്മിക്കും. BJP MLA നീലേഷ് കാബ്രാലിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് ഈ പ്രഖ്യാപനം. യൂറി അലൈമാവോ ഭവനരഹിതരെ കണ്ടെത്താൻ സർവേ ആവശ്യപ്പെട്ടു. അതേസമയം സ്ട്രീറ്റ് പ്രൊവിഡൻസ് NGO ധനസഹായക്കുറവ് മൂലം ഓഗസ്റ്റ് 1 മുതൽ 8 മാസത്തേക്ക് ഷെൽട്ടർ സേവനങ്ങൾ നിർത്തിവെക്കുന്നു. എല്ലാ ഉപയോഗ സർട്ടിഫിക്കറ്റുകളും സർക്കാരിന് നൽകിയിട്ടുണ്ടെന്നും ഒരെണ്ണം ചൊവ്വാഴ്ച സമർപ്പിക്കുമെന്നും NGO വ്യക്തമാക്കി. സർട്ടിഫിക്കറ്റുകൾ നൽകിയാൽ ധനസഹായം നൽകാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ മാസം 50 ലക്ഷം രൂപ നൽകിയിരുന്നു. അതേസമയം സിംഗിൾ ഫാമിലി റെസിഡൻസിനുകൾക്കുള്ള അറ്റകുറ്റപ്പണികൾക്ക് 3 ദിവസത്തിനുള്ളിൽ അനുമതി നൽകാൻ നഗരവികസന വകുപ്പ് തീരുമാനിച്ചു.
ഹോം സ്റ്റേ ന്യൂയിസൻസ് ലോബോ വിഷയം ഉന്നയിക്കുന്നു. റെസിഡൻഷ്യൽ പ്രദേശങ്ങളിലെ ഹോം സ്റ്റേകൾ പ്രാദേശികവാസികൾക്ക് ശല്യമാകുന്നുവെന്ന് MLA മൈക്കിൾ ലോബോ ആരോപിച്ചു. നിയന്ത്രണമില്ലാത്ത ഹോം സ്റ്റേകൾ ശബ്ദമലിനീകരണവും മറ്റ് അസൗകര്യങ്ങളും സൃഷ്ടിക്കുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഓൺലൈൻ ട്രാവൽ ഏജൻസികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗസ്റ്റ് ഹൗസുകൾക്ക് മാത്രമേ അനുമതിയുള്ളൂ എന്ന് ടൂറിസം മന്ത്രി രോഹൻ ഗൌണ്ടെ വ്യക്തമാക്കി. നിയമവിരുദ്ധമായ ഹോം സ്റ്റേകൾ റിപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. പ്രദേശവാസികളുടെ ജീവിത നിലവാരം സംരക്ഷിക്കുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.